നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. കാട്ടാക്കടയിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടർ ടയർ ഓടിത്തെറിച്ച് അപകടം. സ്കൂട്ടർ യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടെ കാട്ടാക്കട വെളുപ്പിശാല റോഡിൽ പഴയ സർക്കിൾ ഓഫീസിന് സമീപമാണ് കൊടും വളവിൽ അപകടം നടന്നത്. കാട്ടാക്കട കിള്ളി സ്വദേശി ഷമീറാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത്. സ്ഥിരമായി ഭാര്യ ഉപയോഗിക്കുന്ന ബജാജ് വൈദ്യുത വാഹനമാണ്. ഇന്ന് അത്യാവശ്യത്തിനാണ് ഷമീർ ഈ വാഹനമെടുത്ത് കാട്ടാക്കടയിൽ വന്നത്. ജംഗ്ഷനിലെ പ്രധാന റോഡിൽ കൂടുതൽ തിരക്കായതിനാലാണ് എളുപ്പവഴിക്ക് പോകാനായി ഷമീർ ഈ വഴി തിരഞ്ഞെടുത്തത്. അതേസമയം ടയർ വേർപെട്ട് തെറിക്കുന്ന സമയം മറ്റ് കാൽനട യാത്രക്കാരോ വാഹനങ്ങളോ ഒന്നും വരാതിരുന്നതും സ്കൂട്ടറിന്റെ വേഗത വളരെ കുറവായിരുന്നതും മറ്റ് അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ല. ടയറിന്റെ വാതകം പെട്ടെന്ന് കുറഞ്ഞ് നിയന്ത്രണം തെറ്റുന്നത് മാതിരിയാണ് ഷമീറിന് തോന്നിയത്. പെട്ടെന്നാണ് തന്റെ വശത്തു കൂടി ടയർ ഉരുണ്ടുപോകുന്നത് ഷമീർ കാണുന്നത്. ഇതോടെ ഭയന്ന ഷമീർ വാഹനം നിർത്തുകയായിരുന്നു. കൃത്യമായി സർവീസ് ചെയ്യാനുള്ള വാഹനമാണ് ഇതെന്നും സർവീസ് സെന്ററിലെ അപാകതയാകാം ഇത്തരത്തിൽ ടയർ വേർപെട്ട് തെറിക്കാനുള്ള കാരണമെന്നും ഷമീർ പറയുന്നു. ടയർ ഘടിപ്പിക്കുന്ന ഭാഗത്തിന്റെ ഉള്ളിൽ നിന്നാണ് വേർപെട്ട് ടയർ മാറിയിരിക്കുന്നത്. വിവരം ഉടൻ തന്നെ അധികൃതരെ അറിയിച്ചു. വൈകുന്നേരത്തോടെ വാഹനം സർവീസ് സെന്ററിലേക്ക് മാറ്റി. ഞാൻ ഈ കാട്ടാക്കട ചന്തയുടെ അവിടെ നിന്ന് കാട്ടാക്കടയിലോട്ട് വരികയായിരുന്നു. കാട്ടാക്കട തിരക്കായതുകൊണ്ട് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി കട്ടക്കോട് സൈഡിലേക്ക് തിരിഞ്ഞ് വരികയായിരുന്നു. വളരെ ഒരു 20-30 സ്പീഡിലാണ് വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് വണ്ടി ബാക്കിൽ സ്കിഡ് ചെയ്ത് ടയർ ഊരി തെറിച്ച് പോകാനുണ്ടായിരുന്നു. വളരെ സ്പീഡ് കുറവായിരുന്നതുകൊണ്ട് വലിയൊരു വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കാരണം എൻ്റെ വൈഫാണ് ഈ വണ്ടി ഉപയോഗിക്കുന്നത്. ഇവരെ വിശ്വസിച്ച് ഈ ടയറൊക്കെ തെറിക്കുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഫസ്റ്റ് ടൈമാണ് കണ്ടിട്ടുള്ളത്. അത് വലിയ ഹൈവേയിലൊക്കെ 120-160 സ്പീഡിലൊക്കെ പോണ വണ്ടിയുടെ ടയർ ഊരി പോകണം കണ്ടിട്ടുണ്ട്. 20-30 സ്പീഡിൽ പോണ വണ്ടിയുടെ ടയർ ഊരി പോയിരിക്കുന്നത് ആദ്യമായിട്ട് വല്ലാത്തൊരു അനുഭവമാണ്. എന്തോ ആരെയും ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് ഇവിടെ നിൽക്കുകയാണ്. ആ ഷോക്കിൽ കാരണം എനിക്കൊന്നും അതിനകത്ത് നെറ്റ് അതിൻ്റെ സൈഡിൽ അതിൻ്റെ ഒരു ക്ലോസിങ് ഒരു അടപ്പ് വരുന്നുണ്ട്. അതിന് ഇളക്കി നോക്കുമ്പോൾ നെറ്റ് ബോൾട്ടൊക്കെ അതിനകത്തുണ്ട്. ഇത് ലൂസായാണ് ഇളകി പോയിരിക്കുന്നത്. എന്താണ് വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 1 വർഷം 2 വർഷമായി, 1.5 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. സർവീസ് എല്ലാം അതിൻ്റെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വണ്ടി കാണുമ്പോൾ അറിയാൻ പറ്റും. എന്തോ അവർ ടൈറ്റ് ചെയ്തതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയതോ അങ്ങനെ വല്ലതും ആണോന്ന് അറിയില്ല. ഇനി അതിന്റെ വണ്ടിക്ക് പൊതുവെ ഇങ്ങനെ കംപ്ലൈന്റ് ഉണ്ടോ എന്നും എനിക്കറിയില്ല. ഇത് എന്റെ ഫസ്റ്റ് അനുഭവമാണിത്. സാധാരണ ഇതിപ്പോ ഊരേണ്ടതിന് പകരം തനിയെ ഊരി പോയിരിക്കുകയാണ്. ഓട്ടത്തിൽ ക്യാപ്പ് തുറന്നാലേ ആ ബോൾട്ട് അഴിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു ടയർ മാറണമെങ്കിൽ എല്ലാം ആ ക്യാപ്പ് അഴിച്ചെടുത്താലേ പറ്റുള്ളൂ. ആ ക്ലോസിങ് അത് റിവേഴ്സിലാണ് ആ ടൈറ്റ് വരുന്നത്. ഇത് തനിയെ ഊരിപ്പോയെന്ന് പറയുമ്പോൾ അത് ആരെങ്കിലും അഴിച്ചു വെച്ചാലേ ഇങ്ങനെ സംഭവിക്കും. ആരും അഴിച്ചിട്ടില്ല, ഞാൻ മാത്രം കൈകാര്യം ചെയ്യുന്ന വണ്ടിയാണ്. വണ്ടി ചേതക്കിന്റെ ഇലക്ട്രിക് വെഹിക്കിളാണിത്. അവരെ ഞാൻ സർവീസിൽ കോൺടാക്ട് ചെയ്തു. ഇതുവരെ ആരും എന്നെ തിരിച്ച് വിളിച്ചിട്ടില്ല ഇങ്ങോട്ട്. ലൊക്കേഷൻ ഇട്ടുകൊടുക്കുക പറഞ്ഞ് വരാമെന്ന് പറയുന്നുണ്ട്. വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എൻ്റെ പേര് ഷമീർ. കാട്ടാക്കട കിള്ളിയിലാണ് താമസിക്കുന്നത്. ഞാൻ റെഫർ ചെയ്ത് കുറേ വണ്ടികൾ ഇറക്കിയിട്ടുണ്ട്. എനിക്കിപ്പോൾ അതിനാണൊരു ഭയം. നമുക്കൊരു അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് ഒരുപാട് പേര് ഈ വണ്ടി എടുത്തിട്ടുണ്ട്. ഇതാണ് കംപ്ലൈന്റ് ആണെങ്കിൽ വണ്ടി പോയാൽ നമുക്ക് മാറാം. ഒരാളുടെ ജീവനായിട്ട് ഇവർ സമാധാനം പറയേണ്ടി വരില്ലേ. സ്ത്രീകളൊക്കെ ഓടിക്കണമെങ്കിൽ ഇതുപോലെ ചിലപ്പോൾ നിർത്തിയൊന്നും കഴിയില്ല. നമ്മളെ കാലൊന്നും പെട്ടെന്ന് നിൽക്കാനുള്ള ഒരു ഇതുള്ളതുകൊണ്ട് നമ്മൾ നിർത്തി. അവർക്ക് പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഷോക്കായി അങ്ങ് വീണു പോകും. വീണ് കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വണ്ടി വരും, വലിയ അപകടമായിരിക്കും.